ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഒരു വർഷത്തിനകത്ത് സർവീസിലേക്ക് കയറാൻ പറ്റും. ബാക്കിയുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ LDCയുടെ നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ്. 2026 ഈ വർഷം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വർഷം 2027 എക്സാം നടക്കും. 2028 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം, അതായത് 2031 വരെ കാലാവധിയുണ്ട്. ഏതാണ്ട് 5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ് PSCയുടെ ഫോഴ്സ് പരീക്ഷകൾ ഒഴിച്ചുള്ള ബാക്കി ഏത് പരീക്ഷകളും. പക്ഷേ ഇവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അങ്ങനെയല്ല. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ പോലും ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ നമുക്കൊരു 3-4 മാസങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അടുത്ത വർഷം 2027 ഏപ്രിൽ മാസത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഒരു വർഷത്തിനകത്ത് തന്നെ നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നോക്കുന്ന ഫസ്റ്റ് കാരണം എന്തുകൊണ്ട് ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചൂസ് ചെയ്യണം, ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരും പറയാത്ത എന്നാൽ നിർബന്ധമായിട്ടും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ പോയിന്റ്സ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ ക്ലിയർ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിയാവണം. ഒരുപാട് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. അങ്ങനെയൊന്നുമല്ല, അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ പരീക്ഷയുടെ, അതായത് നിലവിലുള്ള പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണ്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ കട്ട് ഓഫ് എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നറിയാം? ആ കുട്ടി സ്കോർ ചെയ്തേക്കുന്നത്, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ കേസാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് 100 മാർക്കിനാണ് വരുന്നത്. ആ 100ന് 68 സ്കോർ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. 30.5 മാർക്കാണ് അവിടെ സ്കോർ ചെയ്തേക്കുന്നത്. ഇന്റർവ്യൂ 10ലെ 8 മാർക്കാണ് സ്കോർ ചെയ്തേക്കുന്നത്. അങ്ങനെ ടോട്ടൽ 170 ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി സ്കോർ ചെയ്തേക്കുന്ന മാർക്ക് എത്രയെന്നറിയോ? 107 മാർക്കാണ്. കറക്റ്റ് പറഞ്ഞാൽ 106.5 റൗണ്ട് ചെയ്ത് 107. ഒന്ന് ആലോചിച്ച് നോക്കേ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ സ്കോർ ചെയ്ത മാർക്ക് 170 106.5 ആണ്. ഇനി 10ാമത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ 10ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടി സ്കോർ ചെയ്തേക്കുന്നത് നോക്കി, അവിടെ 97.75 മാർക്കാണ് സ്കോർ ചെയ്തേക്കുന്നത് 170. അപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ? അല്ല. വലിയ കട്ട് ഓഫ് വരുമെന്നാണോ? അല്ല. അപ്പൊ അടുത്തൊരു ഡൗട്ട് വരാം, ഭയങ്കര പാടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? അതുമല്ല. നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോഴുള്ള ഡിഗ്രി പ്രിലിംസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പകുതി ടഫ്നെസ് പോലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വരുന്നില്ല. അതായത് നമുക്കൊരു 4-5 മാസം ഈ എക്സാമിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, പഠിക്കാൻ റെഡിയാണെങ്കിൽ ഈ എക്സാം നമ്മുടെ കയ്യിലിരിക്കും. കഴിഞ്ഞ തവണ 41 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. നിലവിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 55-60 അഡ്വൈസ് ഒക്കെ അതിനകത്ത് പോയിട്ടുണ്ട്. ഒരു 80ഓളം അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത എല്ലാവരുടെയും ഡൗട്ട് ഉറപ്പായിട്ടും ഇതായിരിക്കും, എന്താണ് എക്സാം സ്ട്രക്ചർ വരുന്നത്, എങ്ങനെയായിരിക്കും എക്സാം സ്ട്രക്ചർ വരുന്നത്? മക്കളെ, ഒബ്ജക്റ്റീവ് 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ആണ്. ഒരേ ദിവസം തന്നെ ആയിരിക്കും ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും വരുന്നത്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് ഒബ്ജക്റ്റീവ്. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. അപ്പോൾ ഒരേ ദിവസം ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കാണും. അപ്പോൾ അതെങ്ങനെ എക്സാം സ്ട്രക്ചർ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു. ആ ഒബ്ജക്റ്റീവ് ആൻസർ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. 60 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇംഗ്ലീഷ് 50 മാർക്കിനാണ്. അത് കഴിഞ്ഞ് GK 40 മാർക്ക്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 മാർക്ക്, പിന്നെ മാത്സ് റീസണിങ് 10 മാർക്ക്. ഇങ്ങനെയാണ് ഒബ്ജക്റ്റീവിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതേണ്ടി വരും. 60 മാർക്കിനാണ്. അതിനകത്ത് കോംപ്രിഹെൻഷൻ, എസ്സേ, പിന്നെ പ്രീസേ, ഈ 3 ഭാഗങ്ങളാണ് വരുന്നത്. പക്ഷേ വാല്യൂ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവിന് ഒരു സെർട്ടൈൻ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിന്റെ പേപ്പർ അവർ വാല്യൂ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. അതായത് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ, നിലവിലുള്ള പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 48.5 മാർക്കാണ് ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 48.5 മാർക്ക് കട്ട് ഓഫ് വന്നു, അപ്പോൾ കട്ട് ഓഫിനെക്കാളും ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയ കുട്ടിക്കല്ലേ ജോലി കിട്ടത്തുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് പറഞ്ഞുതരാം. 48.5 മാർക്കാണ് കേട്ടോ കട്ട് ഓഫ് വന്നേക്കുന്നത്. അവിടെ നോക്കി നമ്മുടെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിനകത്ത് 19ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് ഒബ്ജക്റ്റീവിന് 49 മാർക്കാണ്. അതായത് കട്ട് ഓഫിനെക്കാളും 1/2 മാർക്കാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്. ആ കുട്ടി സ്കോർ ചെയ്തു, 22ാമത്തെ എങ്ങാണ്ട റാങ്ക് വന്നു, ഇപ്പൊ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ കട്ട് ഓഫ് അല്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കട്ട് ഓഫ് ആണ്. നമ്മൾ പക്ഷേ ഒരു 4 മാസം എഫേർട്ട് കൊടുക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈ ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 10 മാർക്കാണ് അവസാനം ഇന്റർവ്യൂവിന് വരുന്നത്. ഇങ്ങനെയാണ് എക്സാമിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ അല്ലേ?
അതിനുശേഷം എല്ലാവരുടെയും മൂന്നാമത്തെ ഒരു ഡൗട്ട്, സത്യത്തിൽ ഇത് ആരും പറയത്തില്ല, എന്നാലും നമ്മൾ പറയണമല്ലോ, ആരെങ്കിലുമൊക്കെ സത്യം പറയണമല്ലോ. ഇത് സർക്കാർ ജോലിയാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സർക്കാർ ജോലിയാണ്. സത്യത്തിൽ ഉത്തരം അല്ല എന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ KSFE സർക്കാർ ജോലിയാണോ? അല്ല. KSEB സർക്കാർ ജോലിയാണോ? പൂർണ്ണമായിട്ടും അല്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സർക്കാർ ജോലിയാണോ? പൂർണ്ണമായിട്ടും അല്ല. അപ്പൊ അതേപോലെ ഇത് പൂർണ്ണമായിട്ടും ഒരു സർക്കാർ ജോലിയല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലും ഇവർക്ക് KS ഒന്നും എഴുതാൻ പറ്റത്തില്ല, KSന്റെ സ്ട്രീം 2 ഒന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സർക്കാർ ജോലി പോലെ തന്നെയാണ്. അതായത് കൃത്യമായിട്ട് KSR ആണ് ഫോളോ ചെയ്യുന്നത്, കേരള സർവീസ് റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി പെൻഷൻ നോക്കുകയാണെങ്കിൽ NPS ആണ് പെൻഷൻ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനുണ്ട്. പക്ഷെ ഒരു നെഗറ്റീവ് എന്താന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. എവിടെ? അത് എറണാകുളത്താണ്. അപ്പോൾ നമുക്കുള്ള കാലം മുഴുവനും അവിടെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരേ ഒരു ഡീമെറിറ്റ്. നമുക്ക് നമ്മുടെ ജില്ലയിലേക്കൊന്നും വരാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ തന്നെ എറണാകുളത്ത് തന്നെ നമുക്ക് സെറ്റിൽ ആവേണ്ടി വരും. ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഈ പരീക്ഷയ്ക്കുണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്തൊരു ഡൗട്ട് വരുന്നുണ്ട്, പെൻഷൻ ഉണ്ടോ? യെസ്, തീർച്ചയായിട്ടും പെൻഷൻ ഉണ്ട്. NPS ആണ് ഫോളോ ചെയ്യുന്നത്. പെൻഷൻ ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളുണ്ട്, നല്ല സാലറി ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചും കൂടെ ലീവ് ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രെസ് ഒന്നുമുള്ള ജോലിയല്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ യൂണിയൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പിരിവ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആകപ്പാട് ഒരു ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ എന്താ പറയാ, ഒരു പ്രഷർ ഒന്നും ഈ ജോലിക്കില്ല. ഹാപ്പി ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഈ ജോലിയുടെ ഒരു വലിയ പ്രത്യേകത ഇതാണ്. അതിനുശേഷം ഏജ് ലിമിറ്റ് എത്രയാണ്? 40 വയസ്സ് ഏജ് ലിമിറ്റ് ആയിട്ട് ഉയർത്തുമോ? ഇല്ല, സാധ്യത കുറവാണ്. കാരണം ഇത് കേരള PSC നടത്തുന്ന ഒരു പരീക്ഷയല്ല, കേരള PSCയുമായിട്ടൊരു ബന്ധമില്ല, കേരള ഗവൺമെന്റുമായിട്ടൊരു ബന്ധമില്ല. പ്യുവറായിട്ട് ഹൈക്കോർട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 2/1/1990 1/1/2008 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതിനുശേഷം വരുന്നൊരു ഡൗട്ടാണ്, LLB ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുമോ? മക്കളെ, ഞാൻ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ബന്ധപ്പെട്ട് 3 എക്സാമിനാണ് ഞാൻ കോച്ചിങ് കൊടുത്തിട്ടുള്ളത്. അതായത് 2 എണ്ണം മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു. ഏറ്റവും നന്നായിട്ട് അവിടെ അത് ചെയ്യാൻ പറ്റി. ഇപ്പൊ ആദ്യമായിട്ടാണ് സൂപ്പർ നോട്ട്സിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് തവണ, ആദ്യത്തെ തവണ തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ, അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അന്നും ഇതേപോലെ ഒരുപാട് കമന്റ്സ് ഒക്കെ താഴെ ഉണ്ടായിരുന്നു. ഒരുപാട് അവിടുന്നും ഇവിടുന്നും ബാക്കിയുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ക്വാളിഫിക്കേഷൻ LLB ആക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മാറ്റിയിട്ടില്ല. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ മാറ്റിയിട്ടില്ല, മൂന്നാമത്തേൽ മാറ്റാൻ സാധ്യതയില്ല, മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ LLBക്കാരന് വേണ്ട ഒരു ജോലിയല്ല, മറിച്ച് ഹൈക്കോർട്ടിലെ ക്ലറിക്കൽ ജോബാണ് വരുന്നത്. സോ ക്ലറിക്കൽ ജോബിന് LLBയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 50 മാർക്ക് ഇംഗ്ലീഷാണ്, 40 മാർക്ക് GK ആണ് വരുന്നത് ഒബ്ജക്റ്റീവിന്, 10 മാർക്ക് മാക്സും റീസണിംഗ് ചേർന്നാണ് വരുന്നത്. ഇംഗ്ലീഷിനകത്ത് വൊക്കാബുലറിക്കകത്ത് മേ ബി കുറച്ച് ലീഗൽ ടേംസ് വന്നേക്കാം. അത്രയും മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷൻ ബാക്കി ഡൗട്ട് ഒന്നും വേണ്ട. ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടോ? 50% മാർക്കോടെ നിങ്ങൾ ഡിഗ്രി പാസ് ആയിട്ടുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ഡൗട്ട് വരുന്നത്, ഇതിന്റെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ കയറുമ്പോൾ അയാൾക്ക് എത്ര പ്രൊമോഷൻ ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അതായത് ആദ്യം നിങ്ങൾ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു, അതിനുശേഷം സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ട് മാറുന്നു, അതിനുശേഷം സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസ് സൂപ്രണ്ട് ആയിട്ട് മാറുന്നു, അതിനുശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ കോർട്ട് ഓഫീസർ ആയിട്ട് മാറുന്നു, അതിനുശേഷം ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ട് മാറുന്നു, ഏറ്റവും അവസാനം ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അഡീഷണൽ രജിസ്ട്രാർ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് പ്രൊമോഷൻ ചാൻസ് വരുന്നത്. ഇത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏറ്റവും കുഞ്ഞു പ്രായത്തിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഏറ്റവും നല്ല പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം മറ്റൊരു ക്വസ്റ്റ്യൻ, എത്ര വേക്കൻസിയാണ് നടക്കാൻ പോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 41 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പൊ PSC പരീക്ഷ പോലെ 3 വർഷമല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 55-60 അഡ്വൈസൊക്കെയാണ് ടോട്ടൽ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 2 വർഷം കൊണ്ട് ഒരു 80ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ മനസ്സിലാക്കുക, ഒരുപാട് പേരൊന്നും ഈ എക്സാമിന് അപ്ലൈ ചെയ്യത്തില്ല. കാരണം ഇത് ആപ്ലിക്കേഷൻ ഫീ അടച്ച് അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പൊ അതെങ്ങനെ കുറവാകുന്നത്? മക്കളെ, പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പോസ്റ്റുകളൊന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഞാനിപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എടുക്കുകയാണ്. എത്ര അഡ്വൈസ് പോകും? ഒരു 25 അഡ്വൈസ് പോകും.
അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എത്ര അഡ്വൈസ് പോകും? ഒരു 20 അഡ്വൈസ് പോയാലായി, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ 10-20 അഡ്വൈസേ പോകത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി പോലും നമുക്ക് ഒരു 100-200 അഡ്വൈസ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 80 ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്, ഡീസന്റ് ആയിട്ടുള്ള നിയമനമാണ്. കാരണം നമ്മൾ പഠിച്ചാൽ ആദ്യമേ എഫേർട്ട് കൊടുക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുശേഷം ആരൊക്കെയാണ് ഈ എക്സാമിനെ ചൂസ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ഇംഗ്ലീഷിൽ ഭയങ്കര ബുജിയായിട്ടുള്ളവർക്ക് മാത്രമേ എക്സാം പഠിക്കാവൂ അങ്ങനെയൊന്നുമില്ല. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കണം, ആരും പറയുന്നത് കേൾക്കണ്ട. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കാം, അതിനകത്തുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇംഗ്ലീഷ് PSC എക്സാം പോലെ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല, ആർക്ക് വേണത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റീവിന്റെ കേസാണ്. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എസ്സേ എഴുതാനും കോംപ്രിഹെൻഷൻ ചെയ്യാനും പ്രീസിയൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ നമുക്കൊരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാൻ സമയമുണ്ട്. സോ ആ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴേ പറ്റിയാൽ നിങ്ങൾ അവിടെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് നിങ്ങൾ നേടും. മക്കളെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിക്കോ കഴിവിനോ അങ്ങനൊന്നും ഒരു വലിയ കാര്യമില്ല. സ്ട്രാറ്റജി 1, 2 എത്രത്തോളം സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുന്നു, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യുന്ന കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്തോ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോ. പോയി ഒരു ബുക്കും പേപ്പറും എടുത്തോ, എന്നിട്ട് എഴുതി തുടങ്ങിക്കോ, പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല ഒരു നോട്ട്സ്, നല്ലൊരു ടീം എഫേർട്ടിന്റെ ഒരു സപ്പോർട്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ വരുന്ന ജൂൺ 6 ഡേറ്റ് മറക്കണ്ട, ജൂൺ 6 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചുകൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ നോട്ട്സിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഏറ്റവും അധികം റിസൾട്ട് ഉള്ളത് സൂപ്പർ നോട്ട്സിനാണ്. അതിപ്പോൾ റെയിൽവേ എക്സാം ആയിക്കോട്ടെ, PSC എക്സാം ആയിക്കോട്ടെ, സൂപ്പർ നോട്ട്സാണ് ഏറ്റവും ടോപ്പ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരളത്തിലെ ഏറ്റവും അധികം റിസൾട്ട് ഞങ്ങൾക്കാണ്. അതേപോലെ RRB JE റിസൾട്ട് 65-ലധികം സെലക്ഷൻ ഞങ്ങളുടേതാണ്. അതേപോലെ CPO റിസൾട്ട് ആയിക്കോട്ടെ, ദേവസ്വം എക്സാംസ് ആയിക്കോട്ടെ, ദേവസ്വം റിസൾട്ട് വന്നിട്ടില്ല, വരുമ്പോൾ അവിടെയും ഞങ്ങളായിരിക്കും വരുന്നത്. ഇനി അടുത്ത് വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഫുള്ള് കത്തിക്കാൻ പോകുന്ന സൂപ്പർ നോട്ട്സ് ആണ്. അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയുടെ വിജയമാണ്, ഒരു ടീം എഫേർട്ടിന്റെ വിജയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. കാരണം 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കോഴ്സ് ഫീ വരുന്നത് 4999 രൂപയാണ്. ഇത് ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഗൈഡൻസും കൂടെ കാണും. ഇത് 3ഉം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫീസാണ് വരുന്നത്. ഒരു ചെറിയ ഫീസാണ്, ഈ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫീസാണ്. അപ്പോൾ കൂടെ കൂടിക്കോ, ഇവിടെ വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല, ക്ലാസിക്കാണ്.